ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു സംശയമാണ് നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി സ്റ്റോപ്പ്ഡ് അല്ലെങ്കിൽ നോട്ട് റെസ്പോണ്ടിങ്, പ്ലീസ് വെയിറ്റ് അല്ലെങ്കിൽ ക്ലോസ് എന്നൊക്കെ മെസ്സേജ് വരിക, ഹാങ് ആവുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പം വാട്സപ്പിൽ ചില സമയത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്സപ്പ് നോട്ട് റെസ്പോണ്ടിങ്, വെയിറ്റ് അല്ലെങ്കിൽ ക്ലോസ് ദി ആപ്പ്, ഓക്കെ എന്നൊക്കെയുള്ള ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ്ലി സ്റ്റോപ്ഡ് വാട്സപ്പ് എന്നൊരു മെസ്സേജ് വരും. അതിപ്പോൾ എങ്ങനെ വരികയെന്ന് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വരാറില്ല. എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു മെസ്സേജ് വരാറില്ല. അപ്പം ചില ഫോണുകളിലൊക്കെ വരും. അപ്പോൾ എന്താണ് അതിന് കാരണം? അത് എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം? അതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പോകാം നമുക്ക് വാട്സപ്പിലേക്ക്, ആ വീഡിയോയിലേക്ക്. ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ മാനേജർ, ചില ഫോണിൽ, സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണും. എൻ്റെ ഫോണിൽ ആപ്സ് എന്നുണ്ട്. ആപ്സ് എടുത്തിട്ട് താഴെയായിട്ട് നമ്മൾ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അത് ചില ഫോണിൽ ഇവിടെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ക്ലിയർ ക്യാഷെ, ക്ലിയർ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ. എൻ്റെ ഫോണിൽ സ്റ്റോറേജിൽ, വാട്സപ്പിൻ്റെ സ്റ്റോറേജിലാണുള്ളത്. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഈ ക്ലിയർ ക്യാഷെ എന്ന ഭാഗം, ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോണിൽ 3.18 MB ക്യാഷ്ഡ് ഡാറ്റ ഉണ്ട്. അത് ക്ലിയർ ചെയ്യാം. പിന്നുള്ളതൊരു ഓപ്ഷന് ക്ലിയർ ഡാറ്റയാണ്. ഡാറ്റ ക്ലിയർ ചെയ്യുമ്പോൾ വാട്സപ്പിലുള്ള മുഴുവൻ ഡാറ്റകളും, അതായത് ഇൻക്ലൂഡ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത ഫോൺ നമ്പർ അടക്കം ക്ലിയർ ആവും. അപ്പം വാട്സപ്പ് രണ്ടാമത് നമ്മൾ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത് ലാസ്റ്റ് ഘട്ടത്തിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതുകൂടാതെ വാട്സപ്പിൽ കണ്ടമാനം മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ മാക്സിമം സെറ്റിങ്സ് എടുത്തിട്ട്, വാട്സപ്പിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എടുത്ത് ഓവർലോഡ് അതുകൊണ്ട് വരാൻ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെയും നമുക്ക് ഇതിൽ കാണിക്കും എത്ര MB കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന്. അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇവിടെ താഴെ ക്ലിയർ ചെയ്യാനുള്ള മാനേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്ലിയർ മെസ്സേജ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഹാങ് ആവുന്ന ആ പ്രശ്നം മാറിക്കിട്ടും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നുള്ളൊരു ഓപ്ഷന് നമ്മളെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ലോക്കൽസ്, അതായത് ഇൻറ്റേർണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് ഇതിൽ വാട്സപ്പ് ഇല്ലേ? വാട്സപ്പ് എടുത്തിട്ട് അതിൽ മീഡിയ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് വോയിസ് നോട്ട് എന്നൊരു ഭാഗമുണ്ട്. വാട്സപ്പ് വോയിസ് നോട്ട് ഇതെടുത്തിട്ട് ഇതിൽ നിന്ന് ഓരോന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം.
ഇങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ മറ്റൊന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള നമ്മൾ കേൾക്കാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിപ്പുകൾ എടുക്കണം. ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ വാട്സപ്പിലുള്ള മുഴുവൻ മെസ്സേജുകളും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ആവശ്യമുള്ള മെസ്സേജുകൾ വാട്സപ്പിലുണ്ടെങ്കിൽ ഇവിടുന്ന് ക്ലിയർ ചെയ്യാതിരിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്കവിടെ പരിഹരിക്കാൻ കഴിയും. എന്നിട്ടും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നേരത്തെ സെറ്റിങ്സ് പോയിട്ട് ആപ്ലിക്കേഷൻ മാനേജർ എടുത്ത് ആ ക്യാഷെ ക്ലിയർ ചെയ്ത് അതേ ഭാഗത്ത് പോയിട്ട് ഡാറ്റ ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഈ പ്രശ്നം 90% പരിഹരിക്കപ്പെടും. എന്നിട്ടും ചില ഫോണുകളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. വാട്സപ്പ് എന്നല്ല, ഏത് ആപ്ലിക്കേഷൻ ആയാലും ഉപയോഗിക്കുമ്പം ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ മാത്രം ഉപയോഗിക്കുക. അപ്ഡേറ്റ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക. പുതിയ അപ്ഡേഷൻ വരുമ്പോഴൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ ഈ അറിവ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.